കോർപ്പറേഷൻ പരിധിയിൽ ഒരു ബെറ്റർ ഹോം വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കോർപ്പറേഷൻ പരിധിയിലെ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് വരുന്ന പ്ലേസ് നമുക്ക് ട്രിവാൻഡ്രത്ത് തൃക്കണ്ണാപുരം എന്ന് പറയുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണ് നമുക്ക് 8 കിലോമീറ്ററാണ് നമുക്കിവിടെ വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 150 മീറ്ററാണ് നമുക്കിവിടെ വരുന്നത്. തൃക്കണ്ണാപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമ്മൾ തിരുമല ജംഗ്ഷനിൽ നിന്ന് ഒരു 3 കിലോമീറ്ററാണ് ഈ ഒരു വീട്ടിലേക്ക് വരുന്ന ദൂരം വരുന്നത്. പിന്നെ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് നമുക്ക് 3.5 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീടാണ്. 4 BHK ആണ്. 4 ബെഡ്റൂമാണ് വരുന്നത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമായിട്ടാണ് വരുന്നത്. ബാക്കി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ റൂമിൻ്റെ ഡീറ്റെയിൽസ് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് ട്രിവാൻഡ്രത്ത് ഒരു 8 കിലോമീറ്റർ പരിധിയിൽ വരുന്ന ഒരു വീടാണ്. കോർപ്പറേഷൻ പരിധിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇനി കാണാം. നമുക്ക് ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. നമുക്ക് ഫ്രണ്ടിലായിട്ട് ഒരു 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള ഒരു നല്ലൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഇൻ്റർലോക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. സ്പോട്ട് ലൈറ്റ് കൊടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട് നോക്കാം. നമുക്ക് 10x4 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. നമുക്ക് സ്റ്റെപ്പായാലും ചെറിയ സ്റ്റെപ്പാണ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ടുള്ള ചെറിയൊരു സ്പേസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വാൾട്ടൈനാണ് നമുക്ക് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്കിവിടെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു എൻട്രൻസ് വരുന്ന ഒരു ഡോറുണ്ട്. നമുക്കപ്പോൾ ഈ ഒരു ഡോർ ഫുള്ള് പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലാവിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഇവിടെ ഫ്രണ്ടിലായിട്ട് വരുന്ന കട്ടള നമുക്ക് കവർ ചെയ്ത് വരുന്ന ടൈപ്പാണ്. ഇതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലെ കാഴ്ച. അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഉള്ള കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാണുന്നത് 14x10 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു TV യൂണിറ്റ് വെച്ചിട്ടുണ്ട്. കബോർഡ്സ് ഒക്കെ കൊടുത്തിട്ട് ഒരു നല്ലൊരു TV യൂണിറ്റ് നമുക്ക് ഇവിടെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചുമരിൽ വാളാർട്ടൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വ്യൂ ആണ് വരുന്നത്. നമുക്ക് കയറി വന്ന ആ ഡോറിൽ നിന്ന് നമുക്ക് ഇങ്ങനൊരു വ്യൂ ആണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. നമുക്ക് മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് നമുക്ക് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ടിലെ ലിവിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലാണ് ഡൈനിങ് ഏരിയ വരുന്നത്. 15x8 ഡയമെൻഷനിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ സൈഡിലായിട്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ കൗണ്ടർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. മിറർ നമുക്ക് അവിടെ ഇനി ഒരു ലൈറ്റും കൂടെ വരും. നമുക്ക് താഴെ ഒരു കബോർഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. മുകളിൽ നമുക്ക് ഇവിടെയും സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് സീലിംഗ് വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടറൊക്കെ വയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ നോക്കാം. നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയുടെ ബാക്ക് സൈഡിൽ ഈ ഒരു പോർഷനിലാണ് നമുക്ക് കിച്ചൺ വരുന്നത്. നമുക്കപ്പോൾ കിച്ചൻ്റെ കാഴ്ചകൾ കാണാം. നമുക്ക് 12x8 ഡയമെൻഷനിലുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ വരുന്നത്. നമുക്കിവിടുത്തെ ടൈലും ഗ്രിപ്പുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ധാരാളം കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കബോർഡ്സ് എല്ലാം ബോർഡ് വർക്കാണ് വരുന്നത്. 2 പാറ്റേണിലും ഇവിടെ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ബോർഡാണ് വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് അതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മുകളിൽ താഴേക്ക് നല്ല സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു നമുക്ക് പാത്രം കഴുകുന്ന ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പവർ പോയിന്റ് നമുക്ക് പല സ്ഥലത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു പോർഷനിൽ പവർ പോയിന്റ് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. നമുക്കിവിടെ ഒരു നനകല്ലും പൈപ്പ് കണക്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിച്ചൻ്റെ കാഴ്ചകൾ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിന് നമുക്ക് 2 ബെഡ്റൂമാണ് നമുക്ക് താഴെ വരുന്നത്.
അപ്പോൾ നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്ക് 2 ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. ഒന്ന് ഈ ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഈ ഒരു ബെഡ്റൂം അല്ല, നമുക്ക് ഈ ഒരു ഭാഗത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, നമുക്ക് അല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ സ്റ്റഡി റൂമോ അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് ആയിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടിടത്താണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്ക് ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂം കാണാം. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യമായിട്ട് വരുന്ന ബെഡ്റൂം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം 12x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് മുകളിൽ ഈ ഒരു ലുക്കാണ് വരുന്നത്. 12x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ബോർഡ് വർക്ക് തന്നെയാണ് നമുക്ക് ഇവിടെയും വാർഡ്രോബിൽ വരുന്നത്. പിന്നെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. നമുക്കിത് PVC ഡോറിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ബാത്റൂം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മൊത്തത്തിൽ ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ലുക്ക് വരുന്നത്. ഇനി നമുക്കിവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്ത ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം 10x10 ഡയമെൻഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ബെഡ്റൂമാണ്. അപ്പോൾ സ്റ്റഡി ടേബിൾ വരെ നമുക്കിവിടെ ഒരു ബോർഡ് വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, നമ്മൾ കിച്ചനും 2 ബെഡ്റൂമും നമ്മളിവിടെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലാണ്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഇനി കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെയർ വഴി, നമുക്കിവിടെ ഡൈനിങ് ഏരിയയുടെ തൊട്ട് സൈഡിലായിട്ട് വരുന്ന ഈ ഒരു സ്റ്റെയർ വഴിയാണ് നമുക്ക് മുകളിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മുകളിലോട്ട് പോകുന്ന ഹാൻഡ് റീൽസ് ഫുള്ള് രാവിലെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വുഡൻ ഹാൻഡ് റീൽസും ആണ് കൊടുത്തിട്ടുണ്ട്. കയറി പോകുമ്പോഴത്തേക്ക് സൈഡിലായിട്ടൊക്കെ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു വാളിൽ നമുക്ക് ഫുള്ള് വാൾ ആർട്ടായിട്ട് ഒരു ഡിസൈനും കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മുകളിൽ നിന്ന് നല്ലൊരു പ്രകാശം നമുക്ക് താഴോട്ട് കിട്ടുന്നുണ്ട് വീടിന് ഫുള്ളായിട്ട്. അപ്പോൾ നമുക്ക് മുകളിൽ കയറിയിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ മുകളിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 18x10 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് മുകളിലെത്തുമ്പോൾ കാണാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയാണ് വന്നത്. നമുക്കപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഉണ്ട് 18x10 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയ കാണാം. ഇതാണ് നമുക്ക് ഇവിടുത്തെ കാഴ്ച വരുന്നത്. നമുക്ക് മുകളിലായിട്ട് ഇവിടെയും സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ ഉള്ളൊരു വ്യൂ കാണാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ മുകളിൽ 18x10 ഡയമെൻഷനിൽ വരുന്ന ഒരു ലിവിങ് ഏരിയ. നമ്മൾ താഴെ നിന്ന് ആ ഒരു സ്റ്റെപ്പ് കയറി നമ്മൾ ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ മുകളിൽ വന്നത്. അപ്പോൾ നമ്മൾ മുകളിലെത്തുമ്പോൾ ഇങ്ങനെ ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. ഇനി നമുക്കിവിടെ 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ആ 2 ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാം. ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്ത്, മറ്റൊരു ബെഡ്റൂം നമുക്ക് അവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ 2 ബെഡ്റൂമും കൂടെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ഒരു ബെഡ്റൂം കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡയമെൻഷൻ 12x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. ഓക്കെ, നമുക്കിവിടെ 2 വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തായിട്ടാണ് വിൻഡോ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മൊത്തത്തിലുള്ള ഒരു വ്യൂ, നമുക്ക് മുകളിൽ ഇതാണ് വ്യൂ വരുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യൂ വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് വാർഡ്രോബ് വരുന്നത്, നമ്മൾ ബോർഡ് വർക്ക് നമ്മൾ നേരത്തെ താഴെ കണ്ട അതേ ടൈപ്പിനുള്ള ഒരു വാർഡ്രോബാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നമ്മൾ സെയിം താഴെ കണ്ട അതേപോലത്തെ ഒരു തീം തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ബ്രാൻഡഡ് ഫിറ്റിങ്സും ലൈറ്റും ബാക്കി എല്ലാ സംഭവവും ഇവിടെ വരുന്നുണ്ട്. ഗ്രിപ്പ് കിട്ടുന്ന ടൈല് തന്നെയാണ് നമുക്ക് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം 14x12 ഡയമെൻഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. 14x12 ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് 2 ജനലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇതാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ മൊത്തത്തിൽ ഒരു വ്യൂ വരുന്നത് നമുക്ക് ഇതാണ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റു റൂമിലേക്ക് കണ്ട അതേ ടൈപ്പ് ഒരു വാർഡ്രോബ് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു PVC ഡോർ വരുന്നുണ്ട്.
അപ്പോൾ ഇവിടെയും നമുക്കിങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമും ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്. ഷവറും ബാക്കി തറയിൽ നമുക്ക് ഗ്രിപ്പുള്ള ടൈലൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ഫിറ്റിങ്സും നമ്മൾ നോർമലി കാണുന്ന ടൈപ്പ് തന്നെയാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ബാൽക്കണി നമുക്ക് ഈ ഒരു സ്പേസിലാണ് വരുന്നത്. 10x6 ഡയമെൻഷനുള്ള 10x6 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ വരുന്നത്. കണ്ടോ? അപ്പോൾ ഇതാണ് നമുക്ക് 10x6 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണി വരുന്നത്. നമുക്ക് ഈ വീട് ഉള്ള റെസിഡൻഷ്യൽ ഏരിയയാണ് ഇരിക്കുന്നത്. വേറെയും ധാരാളം വീടുകൾ നമുക്ക് അടുത്ത് കാണാൻ സാധിക്കും. നമുക്ക് ഈ വീടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? നമുക്ക് മുകളിൽ സ്റ്റെപ്പ് കയറി പോകേണ്ടത് ഈ ഒരു ഭാഗത്തൂടെയാണ്. വാഷിംഗ് മെഷീൻ നമുക്കിവിടെ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് 65 ലക്ഷമാണ് വരുന്നത്. അത് തീർത്തും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് കാണണമെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ലോണിനാണ് നിങ്ങൾ ഈ ഒരു വീട് നോക്കുന്നതെങ്കിൽ അതിനുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്യും. ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ലോണിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് പുതുതായിട്ട് വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയൊരു വീടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ള വീട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.